ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന ഒരു സ്ഥലമാണ് ഞാൻ പാർട്ട് 3 ആണ് ഇറങ്ങുന്നത് ആലപ്പുഴയുടെ വിശേഷങ്ങളുമായിട്ട്. അപ്പോൾ നമ്മൾ ഇതാ ബോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് പോവേണ്ട സ്ഥലം പാതിരാമണലാണ്. അവിടുത്തെ കാട്ട് ഒരു അയർലൻഡ് എന്നാണ് അറിയപ്പെടുന്നത് പാതിരാമണൽ. അപ്പോൾ അവിടുത്തെ വിശേഷമായിട്ടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ബോട്ടൊക്കെ വന്ന് അത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം ബസ്സിൽ പോകണമായിരുന്നു. ബസ്സിൽ പോയിട്ട് അതിൽ നിന്ന് പിന്നെയും ബോട്ട് പിടിച്ചാണ് പോകേണ്ടത്. ഒരു 10 പേർക്ക് 1000 രൂപ ചാർജാണ് വരുന്നത്. ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ്. ഞങ്ങൾ ഒരു 8 പേരുണ്ടായിരുന്നു. 8 പേരുമായിട്ട് ഞങ്ങൾ പാതിരാമണലിലോട്ട് പോകാനുള്ള പുറപ്പാടാണ്. അവിടെ ചെന്നിട്ടുള്ള നമ്മുടെ യാത്ര കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഞങ്ങൾ സാധാ പോണ ബോട്ടിലല്ല, വേറൊരു കൈൻഡ് ഓഫ് ബോട്ടിലാണ് പോയത്. അതിൻ്റെ നെയിമൊന്നും എനിക്കറിയത്തില്ല. എന്നിരുന്നാലും ഇതാ ഈ ബോട്ടിലാണ് നമ്മുടെ യാത്ര തുടർന്നത്. നല്ല വെയിലുണ്ടെങ്കിലും ബോട്ടിൻ്റെ മുകളിൽ നിന്ന് ആസ്വദിച്ച് പോകാൻ പ്രത്യേക ഒരു സുഖം തന്നെയായിരുന്നു. അങ്ങനെ തന്നെ ബോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളുടെ 8 പേരുണ്ടായിരുന്നു. ഇതാണ് അയർലൻഡ്. അതിനകത്ത് കാടും അതിനകത്ത് കാഴ്ചകളുമാണ് നമുക്ക് കാണാനുള്ളതായിരുന്നു. അപ്പോൾ അയർലൻഡിൻ്റെ അകത്ത് പോയതിന് ശേഷമുള്ള വിശേഷം ഇതാണ് എൻട്രി പോയിൻ്റ് തന്നെ ഒരു 2 കട മാത്രം തന്നെ പാതിരാമണലിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. ആ കടയിൽ വേണമെന്നുള്ള സാധനം നമുക്ക് വാങ്ങാം. വെള്ളവും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാം. പിന്നെ അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായ സ്നാക്സും കാര്യങ്ങളും നമ്മൾ കയ്യിൽ കരുതിക്കൊള്ളണം. എന്തു പറയാൻ, ഈ വേനൽ സമയത്ത് ഈ കാട്ടിനുള്ളിൽ ആ ഒരു വ്യൂ കാണാൻ വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇത് ഒരു കാട്ടിനകത്ത് പോകാനുള്ള, അയർലൻഡിനകത്ത് പോകാനുള്ള ഒരു വഴിയാണ്. 2 സൈഡും കാടും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ മുള കൊണ്ടുണ്ടാക്കിയ ഇരിപ്പ് ഇടം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ഇരുന്നാണ് അങ്ങോട്ട് പോയത്. പിന്നെ അതിൻ്റെ എൻട്രി ഭാഗത്ത് ഇടയ്ക്കൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ പാർക്ക് അതിൻ്റെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കുഞ്ഞുകുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലും, പിന്നെ ഒത്തിരി നടക്കണം. അതിനകത്ത് കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഒത്തിരി നടക്കണം. അങ്ങനത്തെ ഒരു പ്ലേസാണ്. നടന്നാലേ നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. ഇതിൽ ഒരു വിശേഷം എന്ന് വെച്ചാൽ ഏത് സൈഡിൽ നിന്നും കണ്ടിട്ട് അവസാനിക്കുന്ന സ്ഥലം കായൽ തന്നെയായിരിക്കും. കാരണം ഒരു അയർലാൻഡ് പോലെ അത്രയും ഭാഗത്ത് തന്നെ നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ.